പിതാവെ, നമ്മുടെ രൂപതയുടെ തുടക്കമൊക്കെ കേട്ടതിൽ ഒരുപാട് സന്തോഷം. നമ്മുടെ തുടക്കത്തിലെ പള്ളി വന്നതും ഡാലസിലും ഷിക്കാഗോയിലും ഡിട്രോയിറ്റിലും ഒക്കെ വീണ്ടും ദൈവപരിപാലനയുടെ ഒരുപാട് വർഷങ്ങളായിരുന്നു. എല്ലാത്തിനും ദൈവത്തിന് നന്ദി പറയുന്നു. പിതാവിൻ്റെ ബിഷപ്പായതിനു ശേഷമുള്ള നമ്മുടെ രൂപതയുടെ ഒഫീഷ്യലായിട്ടുള്ള തുടക്കത്തിന് ശേഷമുള്ള കുറച്ച് അനുഭവങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കാമോ? ഇപ്പം ഈ ഇത്രയും വർഷങ്ങൾ പിതാവായിട്ട് രൂപതയെ നയിക്കുകയൊക്കെ ചെയ്ത അനുഭവങ്ങളൊന്ന് പങ്കുവെക്കാമോ? ആരംഭകാല അനുഭവങ്ങൾ പങ്കുവെക്കുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. 2001 ഔദ്യോഗികമായിട്ട് രൂപത ആരംഭിക്കുന്നതെന്ന് സൂചിപ്പിച്ചു. ഉത്തരവാദിത്തത്തിലേക്ക് ഔദ്യോഗികമായ ഉദ്ഘാടനത്തോടുകൂടിയാണല്ലോ പ്രവേശിക്കുക. അതിൻ്റെതായ ഏതാനും മാസങ്ങൾ എടുക്കേണ്ടി വന്നു. 2001 മാർച്ച് 11 ഔദ്യോഗികമായിട്ടുള്ള രൂപതാ സ്ഥാപനത്തിൻ്റെ പ്രഖ്യാപനം ഉണ്ടായിരുന്നു. എന്നെ മെത്രാനായിട്ട് വ്യക്തിപിതാവ് നിയമിച്ചതിൻ്റെ അറിയിപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ജൂലൈ 1 മെത്രാഭിഷേക കർമ്മവും ജൂബിലിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനവും ഷിക്കാഗോയിൽ വെച്ച് തന്നെ നടത്താൻ അനുഗ്രഹം അല്ലെങ്കിൽ അവസരമുണ്ടായത്. ആ സംഭവത്തെ പറ്റി പറയുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതുണ്ട്. 1999 അന്ന് ഇവിടെ അമേരിക്കയുടെ പല ഭാഗങ്ങളായിട്ടുണ്ടായിരുന്ന അൽമായരായിട്ടുള്ള ആളുകൾ, അതിനും പ്രത്യേകിച്ച് ഫിലാഡൽഫിയയിൽ ഉണ്ടായിരുന്ന ഏതാനും സഹോദരങ്ങൾ ഒരു കൺവെൻഷൻ നടത്തുന്നതിനെ പറ്റി ചിന്തിക്കുകയും അവരുടെ നേതൃത്വത്തിൽ തന്നെ ഒരു സീറോ മലബാർ കൺവെൻഷൻ ആദ്യമായിട്ട് ഫിലാഡൽഫിയയിൽ വെച്ച് നടത്തുകയും ചെയ്തു. 99 ആ കൺവെൻഷൻ നടക്കുന്നത്. അന്ന് ഇവിടെ ശുശ്രൂഷയിലായിരുന്ന ഞങ്ങൾ അച്ഛന്മാരെല്ലാവരും അത് സഹകരിച്ചു. അതുപോലെ തന്നെ മറ്റ് ശുശ്രൂഷകളിലൊക്കെ അമേരിക്കയുടെ പള്ളികളിലും പഠനത്തിനും ഒക്കെ ആയിട്ടുള്ള ശുശ്രൂഷയിലായിരുന്ന സീറോ മലബാർ അച്ഛന്മാരും അല്ലാത്ത അച്ഛന്മാരും മലയാളി അച്ഛന്മാരൊക്കെ ആ കൺവെൻഷൻ സംബന്ധിക്കുകയും കേരളത്തിൽ നിന്ന് അന്നത്തെ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർവാക്കി വലിയ പിതാവും മറ്റ് ഏതാനും പിതാക്കന്മാരും അതിൽ സംബന്ധിക്കുകയും ചെയ്തു. അങ്ങനെ സീറോ മലബാർ സഭയുടെ ആദ്യത്തെ കൺവെൻഷൻ എന്ന രീതിയിലേക്ക് ഒരു സംഭവം അൽമായയുടെ നേതൃത്വത്തിലാണ് നടന്നത്. അതിനെ തുടർന്ന് ഒരു സീറോ മലബാർ കത്തോലിക്ക കോൺഗ്രസ് എന്ന പേരിൽ ഒരു സംഘടന രൂപീകൃതമാകുന്നത് നല്ലതാണല്ലോ എന്ന രീതിയിൽ ചിന്തിച്ച് അതിന്റെ രണ്ടാമത്തെ കൺവെൻഷൻ എന്ന രീതിയിൽ അത് എവിടെ വെച്ച് നടത്തും എന്നുള്ളത് അവിടെ വെച്ച് തന്നെ ആലോചിച്ചപ്പോൾ അന്ന് ഏറ്റവും കൂടുതൽ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ഫോം ചെയ്തിരുന്നത് ഷിക്കാഗോയിലായിരുന്നുകൊണ്ട് ഞാൻ ഷിക്കാഗോയിൽ അന്നത്തെ വികാരിയാണ്. കണ്ടത്തി വിഡിയച്ചൻ അന്ന് അവിടെ നിന്ന് ന്യൂയോർക്കിലേക്ക് പോകുന്നു. മേലെ പ്രവചൻ ഡാലസിലുണ്ട്. അപ്പം ഞങ്ങൾ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി ഷിക്കാഗോയിൽ വെച്ച് രണ്ടാമത്തെ കൺവെൻഷൻ നടത്താമെന്ന് അവിടെ വെച്ച് തീരുമാനിക്കുകയായിരുന്നു. ആ രണ്ടാമത്തെ കൺവെൻഷന് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെയാണ് ഞാൻ വന്നിട്ട് ഇവിടുത്തെ ആൾക്കാരോട് സഹകരിച്ച് ഷിക്കാഗോയിൽ ക്രമീകരിച്ച് ഞങ്ങൾ 2001 ജൂൺ 30 മുതൽ ജൂലൈ 3 വരെയുള്ള തീയതികളിൽ കൺവെൻഷൻ നടത്താൻ തീരുമാനിക്കുകയും അതിനുവേണ്ടി ഹയർ റീജൻസി ഹോട്ടൽ ബുക്ക് ചെയ്യുകയും ചെയ്തു. അതൊക്കെ നേരത്തെ ചെയ്ത് ചില കാര്യങ്ങളാണ്. അങ്ങനെ ആ കൺവെൻഷനിലേക്ക് വേണ്ടി ആളുകളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുന്നതിനും പരിപാടി ഇടുന്നതിനും ഒക്കെ ആയിട്ട് അന്ന് അറിയപ്പെടുന്ന മിഷനുകളിലൊക്കെ പോയി ആൾക്കാരെ പോവുകയും ആളുകളെ സഹകരിപ്പിക്കുകയും കൺവെൻഷനിലേക്ക് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് 2001 മാർച്ച് മാസം രൂപതയുടെ അനൗൺസ്മെൻ്റ് ഉണ്ടാകുന്നതും അങ്ങനെ ഒരു പ്രത്യേക സംഭവത്തിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കുന്നതും. അപ്പോഴും മെത്രാഭിഷേകം ആഘോഷമായിട്ട് നടത്തണം, അതെല്ലാവരുടെയും ആഗ്രഹമാണ്. അത് സാമ്പത്തികമായിട്ടും മറ്റു കാര്യങ്ങളൊന്നും അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇല്ലതാണ്. ആളുകളില്ല, മറ്റ് രൂപതാപരമായ ഈ സംവിധാനങ്ങൾക്ക് സഭാപരമായ സംവിധാനം ഒന്നും അച്ഛന്മാരില്ല, ആൾക്കാരില്ല, ഒന്നുമില്ല. അപ്പോൾ ഇത് രണ്ടും കൂടി ഒന്നിച്ച് നടത്തുകയാണെങ്കിൽ അതൊരു അനുഗ്രഹമാകുമല്ലോ എന്ന് കരുതി പ്ലാനിടുകയും അതനുസരിച്ച് ആണ് കൺവെൻഷനോട് കൂടി തന്നെയാണ് മെത്രാഭിഷേക കർമ്മം നടന്നത്. കൺവെൻഷൻ്റെ ഉദ്ഘാടനം തലേദിവസം 30 വൈകുന്നേരം നടത്തി. ജൂൺ 30 ജൂലൈ 1 രാവിലെ മെത്രാഭിഷേക കർമ്മം അവിടെ തന്നെ നടത്തി. കൃത്യം അവിടുത്തെ അന്നത്തെ റിക്വസ്റ്റ് അനുസരിച്ച് അന്നത്തെ സൗകര്യം 5000 പേര്, അത്രയും പേർക്കുള്ള സീറ്റ് അവിടെ ഉണ്ടായിരുന്നുള്ളൂ, സീറ്റ് ലഭ്യമായിരുന്നുള്ളൂ. കൃത്യം 5000 പേർക്കുള്ള ടിക്കറ്റും കൊടുത്ത് 5000 പേരും രാവിലെ 8 മണിയായപ്പോഴത്തേക്കും മുഴുവൻ സീറ്റും നിറഞ്ഞു. അതിനെ തുടർന്ന് മെത്രാഭിഷേക കർമ്മങ്ങൾ 8:30 ആരംഭിക്കുകയും അങ്ങനെ അത് അന്നത്തെ വലിയ സംഭവമായിട്ട് രൂപതയുടെ വലിയ സംഭവമായിട്ട് മാറി.
ആ ഉദ്ഘാടന സമ്മേളനത്തിനും വെച്ചാണ് എൻ്റെ മിത്രാവശ്യ കർമ്മം നടക്കുന്നത് എന്നുള്ളത് സന്തോഷത്തോടെ ഓർക്കുന്നു. തമ്പുരാനെ നന്ദി പറയുന്നു. അന്നത്തെ തിരുക്കർമ്മങ്ങളിലെ മുഖ്യ കാർമ്മികത്വം ആരംഭിച്ച് സൂചിച്ചതുപോലെ അഭിനയ കർദിനാൾ മാർ വർക്കി വിലയിരുത്ത പിതാവ് നമ്മുടെ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് അദ്ദേഹമാണ് നിർവഹിച്ചത്. അന്നത്തെ സുവിശേഷ സന്ദേശം നൽകിയത് ചിക്കാഗോയിലെ കർദിനാളായിരുന്ന ആർച്ച് ബിഷപ്പായിരുന്ന കർദിനാൾ മാർ ഫ്രാൻസിസ് ജോർജ് പിതാവുമായിരുന്നു. കേരളത്തിൽ നിന്നുള്ള മിക്കവാറും പിതാക്കന്മാരും അതുപോലെ തന്നെ ഇവിടെ അമേരിക്കയിൽ നിന്നുള്ള ഏതാനും ലത്തീൻ പിതാക്കന്മാരും പൗരസ്ത്യ സഭയിൽപ്പെട്ട പിതാക്കന്മാരും ഒക്കെ അതിൽ സംബന്ധിക്കുകയുണ്ടായി എന്നുള്ളത് ഇപ്പോൾ നന്ദിയോടെ ഓർക്കുകയാണ്. അങ്ങനെ കൺവെൻഷനെ തുടർന്ന് രൂപതയുടെ പ്രവർത്തനങ്ങളിലേക്കായിട്ടാണ് പിന്നീട് വരുന്നത്. ഏതായിരുന്നാലും എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നതിനെ പറ്റി ഒരു ഗ്രാഹ്യവുമില്ല. ഒപ്പം ചിക്കാഗോ രൂപതയുടെ പിതാവ് എന്ന രീതിയിലുള്ള നിയമനം ലഭിച്ചതോടെ തന്നെ അടുത്ത രാജ്യമായ കാനഡയിലെ അപ്പസ്റ്റോലിക് വിസിറ്റേറ്റർ എന്നുള്ള ഒരു സ്ഥാനം കൂടി എനിക്ക് ലഭിച്ചിരുന്നു. 2 മഹാരാജ്യങ്ങളാണ് വടക്കേ അമേരിക്ക മുഴുവൻ ഉൾക്കൊള്ളുന്നതാണ് അമേരിക്ക, യുണൈറ്റഡ് സ്റ്റേറ്റ്സും കാനഡയും കൂടെ വരുമ്പോഴേ ഈ 2 രാജ്യങ്ങളിൽ ഉള്ള സീറോ മലബാർ വിശ്വാസികളെ സംഘടിപ്പിക്കുവാനായിട്ടാണ് എന്നെ നിയോഗിച്ചത്. എവിടെ തുടങ്ങണം, എവിടെ ആരംഭിക്കണം, എങ്ങനെ മുമ്പോട്ട് പോകും അതിനെപ്പറ്റി മറ്റ് യാതൊരു വിശദീകരണവുമില്ല. പള്ളികൾ വേണം, അച്ഛന്മാർ വേണം, സാമ്പത്തിക സംവിധാനങ്ങൾ വേണം, ഇതൊക്കെ എങ്ങനെ ഉണ്ടാകും എന്നതിനെ പറ്റിയൊക്കെയുള്ള ഉത്കണ്ഠകളുണ്ടായിരുന്നു. അതിനൊന്നും എവിടുന്നാ മറുപടി കിട്ടുന്ന വെച്ചാൽ മറുപടി ധാരാളം ഉണ്ടായിരുന്നില്ല. ഏതായിരുന്നാലും അന്ന് ഇവിടെ ചിക്കാഗോയിൽ തന്നെ ക്നാനായ കമ്മ്യൂണിറ്റിപ്പെട്ട കോട്ടയം രൂപതയുടെ പെട്ട ആളുകൾ കൊള്ളുന്ന ക്നാനായ കമ്മ്യൂണിറ്റിയുടെ ഒരു അച്ഛനവിടെ അവർക്ക് വേണ്ടി ജോലി ചെയ്യുന്നുണ്ടായിരുന്നു, ഫാദർ ഫിലിപ്പ് തൊടുകയും. പിന്നെ ആഘോഷ കമ്മിറ്റിയുടെ എല്ലാ ചെയർമാനായിട്ട് അച്ഛനെ വെച്ച്, വേറെ അച്ഛന്മാരും ഇല്ല. അതുകൊണ്ട് ഫിലിപ്പച്ചൻ്റെ അച്ഛന്മാരുടെ കമ്മിറ്റി ചെയർമാനായി ബാക്കിയുള്ള അൽമാരെയൊക്കെ ചേർത്ത് ഒരു കമ്മിറ്റി ഉണ്ടാക്കി മെത്രാഭിഷേകവും അതിനോടനുബന്ധമായ എല്ലാ കാര്യങ്ങളും നിർവഹിക്കുകയും ചെയ്തു. രൂപതയുടെ ആരംഭം പ്രകടിപ്പിക്കുമ്പോഴേ രൂപതയിലെ ശുശ്രൂഷയ്ക്കായിട്ട് വന്ന് ആദ്യം കെട്ടിയ അച്ഛൻ ബഹുമാനപ്പെട്ട ആന്റണി തുണ്ടത്തലച്ചനായിരുന്നു. MST സഭയിൽപ്പെട്ട അച്ഛനായിരുന്നു. അതിനുശേഷം അതിനെ തുടർന്ന് തന്നെ ബഹുമാനപ്പെട്ട സക്രിയാസ് തോട്ടുവേലിൽ അച്ഛൻ പാലാരൂപയിൽ നിന്നുള്ള അച്ഛനെയും എനിക്ക് ശുശ്രൂഷയ്ക്ക് ലഭിച്ചു. ആദ്യം ലഭിച്ചത് ഇവർ 2 പേരുമാണ്. അങ്ങനെ അവരോടുകൂടി പ്രവർത്തനങ്ങൾക്ക് ചെറിയ രീതിയിൽ തുടങ്ങി. ഒപ്പം രൂപതയ്ക്കൊരു ചെറിയ സംവിധാനം ഉണ്ടാകണമല്ലോ, ഔദ്യോഗികമല്ല ഭാരവാഹികൾ ഉണ്ടാകണം. അതിൻ്റെ വികാരിയുടെ സ്ഥാനത്തേക്ക് ചങ്ങനാശ്ശേരി അതിരൂപതയിലെ SB കോളേജ് പ്രിൻസിപ്പളായിട്ട് റിട്ടയർ ചെയ്ത് ഡോക്ടർ ജോർജ് മടത്തിപ്പറമ്പിലച്ഛൻ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. അമേരിക്ക മറ്റ് വാഷിങ്ടണിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അച്ഛനെ വികാരി ജനറലാക്കാമെന്ന് താല്പര്യം തോന്നുകയും ചങ്ങനാശ്ശേരി പിന്നെ പൗത്തിൽ പിതാവിൻ്റെ അനുവാദത്തോടുകൂടി മടത്തിപ്പറമ്പിലച്ഛനെ വികാരി ജനറലായിട്ട് നിയമിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ജ്ഞാനായ കമ്മ്യൂണിറ്റിയും ഈ രൂപതയുടെ ഒരു ഭാഗമായിട്ട് നിയമിച്ചിരുന്നുകൊണ്ട് അവരിൽ നിന്ന് ഒരാളെ കൂടി വികാരി ജനറലാക്കുന്ന നല്ലതാണ് തോന്നിയതിൻ്റെ പേരിൽ ബഹുമാനപ്പെട്ട എബ്രാഹാം മുത്തോലത്തച്ഛനെ അച്ഛൻ അന്ന് കാലിഫോർണിയ ലോസ് ആഞ്ചലസിൽ പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അച്ഛനെ കൂടി മറ്റൊരു വികാരി ജനറലായിട്ട് നിയമിക്കുകയും ചെയ്തു. പിന്നെയുള്ള പൊസിഷനൊക്കെ ഞങ്ങൾ 3 പേര്, അവർ 3 പേരേ ഉള്ളൂ. 2 അച്ഛന്മാരേ ഉള്ളൂ, തുണ്ടത്തിലച്ഛനും സക്രിയാസ്. അതിൽ തുണ്ടത്തിലച്ഛന് കത്രീൻപള്ളി വികാരിയായിട്ട് നിയമിച്ചു, ഒപ്പം പ്രൊക്കറേറ്ററായിട്ടും അതുപോലെ സക്രിയാസിന് ചാൻസലറായിട്ടും സെക്രട്ടറി ആയിട്ടും മറ്റെല്ലാ വകുപ്പുകളും ഒക്കെ അച്ഛനെ നിയമിച്ചു. ഇത്രയും പേര് ഔദ്യോഗികമായിട്ടുള്ള കുരിയ ആയിട്ട് നിയമിക്കാൻ ഉണ്ടായിരുന്നുള്ളൂ. ആ രീതിയിലുള്ള ശുശ്രൂഷകളെ ആരംഭം കുറിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള സംരംഭങ്ങളിൽ എവിടെയൊക്കെയാണ് നമ്മുടെ അച്ഛന്മാർ ഞായറാഴ്ച കുർബാന ചെയ്യുന്നത് എന്നൊന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവരെയൊക്കെ സഹകരിപ്പിച്ച് അവരുടെ സഹകരണത്തോടു കൂടി അവരെ എല്ലാവരെയും കൂടി പിന്നീട് അടുത്ത വർഷം ഒന്ന് വിളിച്ചുകൂട്ടി അവരുടെയൊക്കെ സഹായവും സഹകരണവും അഭ്യർത്ഥിച്ച് അവരൊക്കെ നല്ലപോലെ സഹകരിച്ചു. അതുപോലെ ആളുകളുടെ സഹകരണവും നല്ല രീതിയിൽ ലഭിക്കുകയുണ്ടായി. കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, എങ്കിലും അവരുടേതായ രീതിയിൽ അവർ സഹകരിച്ചു. ആ രീതിയിൽ അവരൊക്കെ എവിടെയൊക്കെയാണ് കുർബാന ചെയ്തുകൊണ്ടിരുന്നത് അതൊക്കെ ആരംഭ മിഷനുകളായിട്ട് അവർ ഉയർത്തി.
ആ അച്ഛന്മാർ എനിക്ക് ഔദ്യോഗികമായിട്ടുള്ള അധികാരം അവരുടെ പേരില്ലായിരുന്നെങ്കിലും അതൊക്കെ അവരെയൊക്കെ മിഷൻ ഡയറക്ടർമാരായിട്ട് നിയമനം കൊടുത്തു. ആ രീതിയിലാണ് രൂപതയുടെ ആരംഭ പ്രവർത്തനങ്ങൾ ക്രമീകരിച്ച് കൊണ്ടുവന്നത്. പിന്നെ രൂപതയുടെ ഈ മിഷനുകൾ വളരുന്നതനുസരിച്ച് മിഷനുകൾ വളർന്ന് പള്ളി വാങ്ങിച്ച് സ്വന്തമായി പള്ളി ആകുമ്പോഴേ അത് ഇടവകയായിട്ട് വരുത്തും, അല്ലെങ്കിൽ മിഷനായിട്ട് നിൽക്കും. പിന്നെ ഈ കുർബാനയുടെ കാര്യങ്ങളെ സംബന്ധിച്ച് ആരാധന ക്രമത്തെ സംബന്ധിച്ചിടത്തോളം അന്ന് ഔദ്യോഗികമായിട്ട് സീറോ മലബാർ കുർബാന ഇപ്പോഴേ നമ്മൾ ചെല്ലുന്നത് പോലുള്ള രീതിയിലേക്ക് ആക്കിയിരുന്നു. പക്ഷേ കേരളത്തിലെ എല്ലാ രൂപതകളും ആക്കിയില്ല, കുറേ പൗരകളാക്കി മറ്റു രൂപതകളാക്കാൻ പറ്റിയിട്ടില്ല. ഏതായാലും ഇവിടെ ആ രീതിയിലുള്ള കുർബാന ക്രമം ആരംഭത്തിൽ തന്നെ ഞാൻ ആരംഭിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഇപ്പോഴേ അതിൻ്റെതായ പ്രായോഗിക ബുദ്ധിമുട്ടൊന്നുമില്ലാതെ സന്തോഷമായിട്ട് സമാധാനമായിട്ട് പോകുന്നുണ്ട് എന്നുള്ളത് ഒരു വലിയ അനുഗ്രഹം തന്നെയാണ്. പിന്നീട് സഭയുടെ വളർച്ചയിൽ അച്ഛന്മാരെ കിട്ടണം. അത് രൂപതയിൽ നാട്ടിലെ സന്യാസഭകളിലെ പ്രൊവിൻഷ്യന്മാർക്കും അച്ഛന്മാർക്കും ഒക്കെ എഴുതി. അതുപോലെ തന്നെ കേരളത്തിലെ എല്ലാ രൂപതകളിലെ പിതാക്കന്മാരോട് അതത് അവസരങ്ങൾ ആവശ്യമനുസരിച്ച് അച്ഛന്മാരെ ആവശ്യപ്പെട്ടു. അവരൊക്കെയും നല്ല രീതിയിൽ സഹകരിച്ചുകൊണ്ട് കേരളത്തിൽ നിന്നുള്ള എല്ലാ രൂപതകളുടെ അച്ഛന്മാരിവിടെയുണ്ട്. സന്യാസഭകളിലെ മിക്കവാറും സഭകൾപ്പെട്ട അച്ഛന്മാരിവിടെയുണ്ട്. അങ്ങനെ ഉള്ള ഒരു ക്ലർജി കമ്മ്യൂണിറ്റിയാണ് ഇവിടെ ചിക്കാഗോ രൂപതയിൽ ആരംഭം മുതൽ പ്രവർത്തിച്ചു വരുന്നത്. ഏതാണ്ട് അച്ഛന്മാരെയും 72 വൈദികർ ഇന്ന് ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. വിവിധ ഇടവകളിലും പള്ളികളിലുമായിട്ട് മിഷനുകളുമായിട്ട്. അതോടൊപ്പം തന്നെ സന്തോഷത്തോടെ ഓർക്കാനുള്ളത് ഇവിടെ നിന്ന് തന്നെ ഉള്ള സെമിനാരിക്കാരെ ലഭിക്കാൻ ഇടയായി എന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണ്. ഞാൻ നാട്ടിൽ നിന്ന് ആരെയും സെമിനാരിയിൽ എടുത്ത് വരികരാക്കാനായിട്ട് ശ്രമിച്ചില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്ക് അതിന് ഉത്തരവില്ല. എങ്കിലും അതിന് എടുക്കാൻ തോന്നിയില്ല, എടുത്തുമില്ല. അതിൻ്റെ പേരിൽ പിതാക്കന്മാർ ഉൾപ്പെടെ അവസാനം എന്നെ വഴക്ക് പറയുന്ന സാഹചര്യം വരെ വന്നു, സന്തോഷത്തിൻ്റെ പേരിലാണെങ്കിലും. എന്നായിരുന്നാലും ദൈവം പ്രത്യേകം അനുഗ്രഹിച്ച് നമ്മുടെ തന്നെ കുട്ടികൾ ഇവിടെ വളർന്നവർ തന്നെ വൈദിക പരിശീലനം തയ്യാറാവുകയും അവരെ സെമിനാരി പരിശീലനം ആരംഭിക്കുകയും ചെയ്തു. ഇന്ന് ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹം കൊണ്ട് നന്ദിയോടുകൂടി ഓർക്കുന്നു. 6 പേർക്ക് ഞാൻ തന്നെ പട്ടം കൊടുത്തു. അവസാനം വന്ന ഒരാൾക്ക് ജോയിപ്പിതാവ് പട്ടം കൊടുത്തു. അങ്ങനെ 7 പേര് നമ്മുടെ രൂപതയിൽ തന്നെ ഇവിടെ ജനിച്ചു വളർന്ന സെമിനാരി വിദ്യാർത്ഥികൾ പഠിച്ചു വന്ന ആ 7 പേർക്ക് പട്ടം കൊടുത്ത് കൊച്ചന്മാരായിട്ട് ഇന്ന് നമ്മുടെ രൂപതയിലെ പല ഉത്തരവാദിത്തങ്ങൾ അവർ നിർവഹിക്കുന്നുണ്ട് എന്നുള്ള സന്തോഷത്തോടെ ഓർക്കുന്നു. അതുകൂടാതെ ഇപ്പോൾ 11 സെമിനാരിക്കാർ വിവിധ സെമിനാറുകളായിട്ട് പരീക്ഷ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് സന്തോഷത്തോടെ ഓർക്കുകയാണ്. അതുപോലെ സിസ്റ്റേഴ്സ് ആയിട്ടുള്ളതും നമുക്ക് സ്വന്തമായ കോൺവെന്റുകൾക്ക് പരിശീലന കേന്ദ്രങ്ങളൊന്നും ഇല്ലാതിരുന്നതുകൊണ്ട് ആ രീതിയിലൊന്നും കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും അവരിൽ നിന്നും പെൺകുട്ടികളിൽ നിന്നും സന്യാസ ജീവിതത്തിലേക്ക് വിളികൾ ഉണ്ടായിട്ടുണ്ട്. ലോക്കലായിട്ടുള്ള സന്യാസഭകളിൽ ചേർന്ന് ഏതാനും പേരൊക്കെ അവരുടെ പ്രൊഫഷനൊക്കെ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെയുള്ള ഇവിടെ തന്നെ CMC സഭയിലെ സിസ്റ്റേഴ്സ് ഇവിടെ പ്രവർത്തിക്കുന്നുള്ളത് കൊണ്ട് ഇവിടെ ഒരു അമേരിക്കൻ എന്നുള്ള ഒരു കാൻഡിഡേറ്റ് ഒരു യുവതി തയ്യാറായിട്ട് വരികയും ഒരു ടീച്ചറാണ്. അവരുടെ പരിശീലനം പൂർത്തീകരിച്ചുകൊണ്ട് ഇവിടെ തന്നെ വെച്ച് അവരുടെ രജിസ്ട്രേഷനും ടെമ്പറൽ വാവ്സും നടത്താൻ ഇടയാകുകയും ചെയ്തു. അങ്ങനെ ഇന്ന് ആ ഒരു സിസ്റ്റർ അമേരിക്കക്കാരത്തിയായ ഒരു CMC സിസ്റ്റർ കൂടി ഉണ്ട് എന്നുള്ളത് സന്തോഷത്തോടുകൂടി ഓർക്കുകയാണ്. ഇങ്ങനെ ഈ രീതിയിലുള്ള ക്രമീകരണങ്ങളിലൂടെയാണ് സഭ രൂപത വളർന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം എനിക്ക് കാനഡയിലും ഉത്തരവാദിത്വം ഉണ്ടായിരുന്നല്ലോ. അവിടെയും ഇടയ്ക്ക് പോകേണ്ടതായിട്ട് വന്നു. അധികം അമേരിക്കയിൽ പോയിടത്തോളം അവിടെ പോകാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു. കാരണം അവിടുത്തെ ടൈറ്റിൽ അപ്പച്ചൽ വിസിറ്റ് ചെയ്യുന്നതായതുകൊണ്ട് അവിടുത്തെ പിതാക്കന്മാരുടെ അനുഭവത്തോട് മാത്രമേ എന്തെങ്കിലുമൊക്കെ ഔദ്യോഗികമായിട്ട് ചെയ്യാൻ സാധിക്കുമായിരുന്നുള്ളൂ. ഏറ്റവും കൂടുതൽ ആളുകളുള്ളത് ടൊറോണ്ടോ എന്ന സിറ്റിയോട് അനുബന്ധിച്ചാണ്. പക്ഷേ അവിടുത്തെ കർദിനാളിനോട് ഞാൻ തന്നെ ആരംഭത്തിൽ ഒരു അപ്പോയിൻമെൻറ്റ് ചോദിച്ച് എഴുതിയിട്ട് എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയില്ല. അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ ഒരു മാർഗ്ഗം ഇല്ലാതെ വന്നു. പിന്നെ ഏതാനും വർഷങ്ങൾ കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ സ്ഥാനം മാറി വേറെ കർദിനാള് സ്ഥാനം ഏറ്റപ്പെടുമ്പോഴാണ് അവിടെ ടൊറോണ്ടോയിലേക്ക് എനിക്ക് പോകാൻ അവസരമുണ്ടായിട്ടും പിന്നീട് അവിടെ പല പ്രാവശ്യം പോവുകയും ആ കർദിനാളിൻ്റെ സഹായത്തോടെ മറ്റ് പിതാക്കന്മാരുടെ സഹകരണത്തോടെയും ഏതാനും മിഷനുകൾ അവിടെ തുടങ്ങാനും പ്രവർത്തനം ക്രമീകരിക്കാനും ഒക്കെ സാധിച്ചു എന്നുള്ളതും ഇപ്പോൾ നന്ദിയോടെ ഓർക്കുന്നു. അതിൻ്റെ വളർച്ചയിലാണ് പിന്നീട് അവിടെ തന്നെയും ഒരു എക്സാർക്കേറ്റായിട്ട് 2015
രൂപീകൃതമായി. അഭിനന്യ ജോസ് കലികൽ പിതാവ് ആദ്യത്തെ മെത്രാനായി. അത് 2019 രൂപതയായിട്ട് ഉയർത്തപ്പെടുകയും അത് ഇപ്പോൾ സീറോ മലബാർ രൂപതയുടെ സഭയുടെ മറ്റൊരു രൂപതയായിട്ട് കാനഡയിലെ ബിഷപ്പ് രൂപത വളരുകയും ചെയ്തു എന്നുള്ളതും സന്തോഷത്തോടുകൂടി ഈ അവസരത്തിൽ അനുസ്മരിക്കുകയാണ്. സഭയുടെ വളർച്ചയിൽ ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് ഒരു വാക്ക് അറിയാവുന്നതിനോട്, അതായത് ഇന്ന് ഞാനിപ്പോൾ ഔദ്യോഗികമായിട്ട് റിട്ടയർ ചെയ്ത് വിശ്രമം ചെയ്ത് നയിക്കുന്ന അവസരമാണ്. 2022 ഒക്ടോബർ 1 എന്നോടൊപ്പം സഹായമിത്രനായിട്ട് ഇവിടെ 2014 മുതൽ ശുശ്രൂഷ ചെയ്യുന്ന അഭിനയൻ ജോയി ആലപ്പറ്റ പിതാവ് എൻ്റെ പിൻഗാമിയായിട്ട് വന്നു. അതുകൊണ്ട് എനിക്ക് വേറെ കൂടുതലൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. പിതാവൊന്നും എന്നോട് പ്രത്യേകം കൺസൾട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ചിക്കാഗോ രൂപത എന്താണ്, എങ്ങനെയാണ് നിൽക്കുന്നുള്ളത് പൂർണ്ണമായും നല്ലപോലെ അറിയാവുന്ന ഒരു പിൻഗാമി കിട്ടിയത് കൊണ്ട് പിതാവ് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. അത് ഞാൻ അഭിമാനിക്കുന്നു, അത് സന്തോഷിക്കുന്നു. ഇന്ന് നമ്മൾ രൂപതയുടെ അവസ്ഥ പറഞ്ഞാൽ 53 പള്ളികൾ ഇടവകളായിട്ട് ഉണ്ട്. അതുപോലെ കൂടാതെ 33 മിഷൻ സ്റ്റേഷൻസും ഉണ്ട്. ഇതിനോടനുബന്ധിച്ച് ഇവിടെ ചേർത്ത് പറയേണ്ട മറ്റൊരു സംഭവം, ഇത് സീറോ മലബാർ സഭയ്ക്ക് കിട്ടിയ രൂപതയാണ്. ഇപ്പോൾ സീറോ മലബാർ സഭയിൽ തന്നെ ക്നാനായ കമ്മ്യൂണിറ്റി എന്ന പേരിൽ ഒരു സമുദായമുണ്ട്. കോട്ടയം കേന്ദ്രമാക്കി കോട്ടയം രൂപത അത് ഇപ്പോഴത് അതിരൂപതയാണ്. അതിരൂപത കേന്ദ്രീകരിച്ചുള്ള ഒരു രൂപത മാത്രമാണ് ക്നാനായ കമ്മ്യൂണിറ്റിക്കുള്ളത്. അമേരിക്കയിലേക്കും അവർ നല്ല ഒരു ശതമാനം ആൾക്കാർ എത്തിയിട്ടുണ്ട്. അപ്പം അവരുടെ കാര്യം കൂടി ഈ രൂപതയുടെ കീഴിലാണ് റോമിൽ നിന്ന് പരിശുദ്ധപിതാവ് പ്രത്യേകം നിയോഗിച്ചത്. അതുകൊണ്ട് ആ രീതിയിൽ ശുശ്രൂഷ ചെയ്ത് അവരുടെ പള്ളികളുണ്ട്. ഈ 53 പള്ളികളിൽ 15 ഇടവകൾ ക്നാനായ കമ്മ്യൂണിറ്റിയുടേതാണ്. ബാക്കിയുള്ളവർ സീറോ മലബാർ കമ്മ്യൂണിറ്റി പോകുന്നു. അതുപോലെ 8 മിഷനുകൾ അവരുടേതായിട്ടുണ്ട്. ബാക്കിയുള്ള മിഷനുകൾ സീറോ മലബാർ സഭയുടേതായിട്ട് പോകുന്നു. അവരുടെ ഒരു വികാരി ജനറൽ അവരെ കൂടി നിയമിച്ചിട്ടുണ്ട്. ഇപ്പോഴേ അത് തോമസ് മുളവലച്ചനാണ് അവരുടെ ഒരു വികാരി ജനറൽ. ഇപ്പോഴേ ജോയി ആലപ്പറ്റ പിതാവ് രൂപത അധ്യക്ഷനായതിനു ശേഷം ജോൺ മേലെ പ്രവാചനെ കൂടി വികാരി ജനറലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കത്തീഡ്രൽ പള്ളി വികാരിയായിരിക്കുന്ന ഫാദർ തോമസ് കടിയപ്പള്ളിച്ചനും മറ്റൊരു വികാരി ജനറലാണ്. അങ്ങനെ 3 ജനറലച്ചന്മാർ ഇന്ന് നമ്മുടെ രൂപതയ്ക്ക് ഇവിടെയുണ്ട്. മറ്റേ സംവിധാനം ചാൻസലർച്ചനും വൈസ് ചാൻസലറും ഉണ്ട്, പ്രൊക്ടേഡ് ഫൈനാൻസ് ഓഫീസറുണ്ട്. അതുപോലെ തന്നെ ബിഷപ്പ് ഹൗസും പാസ്റ്റൽ സെൻറ്ററും കത്തീഡ്രൽ പള്ളി പുത്തനായിട്ട് പണിത് പുതിയ കത്തീഡ്രൽ ദേവാലയം ഒക്കെ സഭയുടെ ഈ രൂപതയുടെ വളർച്ചയുടെ ഭാഗങ്ങളായിട്ട് വന്നതാണ്. അങ്ങനെ ആ രീതിയിലുള്ള ശുശ്രൂഷകൾ പൂർത്തിയാക്കിക്കൊണ്ട് 2022 ഒക്ടോബർ 1 ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ച് ചിക്കാഗോയിൽ തന്നെ വിശ്രമം തുടരുന്നു. ഇടയ്ക്ക് നാട്ടിൽ പോകുന്ന അവസരത്തിൽ അവിടെയും ഏതാനും സമയം കൂടുതലായിട്ട് ചെലവഴിക്കുകയും ചെയ്യും. ഇങ്ങനെ സന്തോഷത്തോടുകൂടി കഴിഞ്ഞുകൂടും.